ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ആൻഡ് മേ ബി എൻ്റെ ലൈഫിൽ ഒരിക്കലും എന്താ പറയുന്നത് നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സംഭവം കുറിച്ച് പറയാനാണ്. നിങ്ങൾ ക്യാപ്ഷൻ കണ്ട പോലെ തന്നെ ഇത് പറയാം ആണ് ഈ വ്ളോഗ് രാത്രി തന്നെ ഞാൻ എടുത്ത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്, നമ്മുടെ ടൈമിംഗ് ഒന്നും നോക്കാതെ. കാരണം അത്രയധികം സന്തോഷത്തിന് മുകളിൽ സ്റ്റണ്ട് ആൻഡ് ലൈക്ക് ഹോപ്പ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ ഒരു മേ ബി വരെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ് ഇന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസം. സോ കുറേ കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ഇതിനെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അധികം സ്റ്റോറീസോ വ്ളോഗ്സോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത്രയധികം പബ്ലിസിറ്റിയും പിന്നെ ഇതിനൊരു നിലപാടെന്ന് പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ പറയുന്നത് നമ്മുടെ CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. സോ ഇതിനൊരു നിലപാടില്ല. ഇത്രയും വർഷമായിട്ട് ഇത്രയും ലീഗ്സ് നടക്കുന്നു, കുട്ടികളുടെ കരിയേഴ്സ് 22 lakhs കുട്ടികളാണ് നീറ്റ് എഴുതുന്നത്, അവരുടെ കരിയർ പോകുന്നു. സൂസൈഡ് ചെയ്ത കുട്ടികളല്ലാതെ ഇത് റീ എക്സാമോ അല്ലെങ്കിൽ റീവാലുവേഷനോ അങ്ങനെ വരുന്ന കുട്ടികളുടെ ബാക്കിയുള്ള ലക്ഷക്കണക്കിനുള്ള കുട്ടികളുടെ ട്രോമ. സോ ഇറ്റ് വാസ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. സോ അതിന് ഒരു ഡിസ്കഷനോ ഒരു ഡിബേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കാര്യത്തിന്. സെക്കൻഡ്ലി ഏറ്റവും ഈ ഒരു ദിവസത്തിൻ്റെ ഹൈലൈറ്റ് ആയി എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്രിസിയേഷൻ വ്ളോഗാണ്. അല്ലാതെ ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ആരെയും അക്നോളജ് ചെയ്യാൻ അങ്ങനെയൊന്നുമല്ല. ഒരു അപ്രിസിയേഷൻ വ്ളോഗാണ് ടു ദ യൂത്ത് ഓഫ് ദ കൺട്രി. 100% ഇറ്റ് ഈസ് അൺബിലീവബിൾ വാട്ട് ദേ ഹാവ് അച്ചീവ്ഡ്. കാരണം ഒരു മീമായിട്ട് തുടങ്ങിയ ഒരു CJP പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഡർ US എനിക്ക് ഐ തിങ്ക്സ് ഐ എം നോട്ട് വെരി ഷുവർ, ഞാൻ കുറേ നാൾ മുമ്പ് വായിച്ചാൽ ദളിതാന്ന് തോന്നുന്നു, ഒന്നുമില്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് എബ്രോഡ് അമേരിക്കയിൽ പോയി നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി അവിടെ നല്ല ക്രോസ് റുപ്പീസിൻ്റെ ജോബ് ഓഫേഴ്സ് കിട്ടാൻ സാധ്യതയുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വന്ന് അതുപോലെ തന്നെ ഇമ്മൻസ് സപ്പോർട്ട് കൂടി ഒരു മീമായിട്ട് തുടങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടി വെറും യൂത്ത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് മെയ്ഡ് ബൈ ദ യൂത്ത്. ആ യൂത്തുകാർ മാത്രം വന്ന് ഒരിക്കലും ഇന്ത്യയിൽ സംഭവിക്കില്ല എന്ന് വിചാരിച്ച ഒരു സംഭവം നടത്തിയെടുത്തെന്നുള്ള ഒരു 100% അപ്രിസിയേഷൻ വ്ളോഗാണിത്. ബിക്കോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ജസ്റ്റ് ഇത് മനസ്സിലാക്കണം ഇതിൻ്റെ സ്കെയിൽ എന്താന്ന്. ഇവർ വെറും സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ വന്ന് പ്രൊട്ടസ്റ്റ് തുടങ്ങി, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്. അതിനെതിരെയായിട്ട് എന്തൊക്കെ ചെയ്തു നോക്കി. ഇപ്പം നമ്മുടെ റൂളിംഗ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് എൻറ്റിറ്റി ആയിട്ട് വേണമെങ്കിൽ പറയാം, പൊളിറ്റിക്കൽ എൻറ്റിറ്റി. അതുപോലെ തന്നെ അവരുടെ സൈബർ സെല്ല്, സൈബർ വിങ്സ്, മീഡിയയിലുള്ള ഇൻഫ്ലുവൻസ് എല്ലാം ബോധമുള്ള ഒരു ഇതെല്ലാം ഇന്ത്യക്കാർക്കും ഇവർക്ക് അറിയാം. ഇവരിത് എന്തൊക്കെ പ്രയോഗിച്ച് നോക്കിക്കാണും. മീഡിയ എന്താ പറയുന്നത്, ഇവിടുന്ന് ഫണ്ടിങ്, ഇവർ ചെയ്യുന്ന തെറ്റാണ്, അതാണ് തെറ്റ്. അതൊന്ന്. രണ്ടാമത് ഇത് വേറെ എന്താ പറയുക ആൻറ്റി ഇവരെ ഈ CJPയുടെ ആൾക്കാരല്ലാതെ ഇവരുടെ ആൾക്കാരെ ഇറക്കി നോക്കി വയലൻസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ നോക്കി, റിലീജിയസ് സെഗ്രിഗേഷൻസ് കൊണ്ടുവരാൻ നോക്കി, ബാക്കിയുള്ള പാർട്ടീസ് കയറി ഇത് പൊളിറ്റിക്കൽ ആക്കാൻ നോക്കി. അല്ലാതെ ഇവിടുന്ന് തന്നെ പറഞ്ഞില്ല നമ്മുടെ എന്തൊരു റെസ്പെക്ട്. രഞ്ജിനിയും ജാൻമണിയൊക്കെ പോയപ്പോൾ ആരോ ട്രോളാണോ എന്താണോ അറിയില്ല, കണ്ടു അവർ ഫണ്ടിങ് വാങ്ങിയിട്ടാണ് പോയത്. സോ എന്തൊക്കെ രീതിയിൽ ഇവരെ തകർക്കാൻ നോക്കി. നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്ത ഈ ഒരു പ്രൊട്ടക്ട്. ഇപ്പം നീറ്റിലായിട്ട് എൻ്റെ ഒരു അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓൺ സിസ്റ്ററിൻ്റെ മോൻ നീറ്റ് എഴുതിയിട്ടാണ് മെഡിസിന് പഠിക്കുന്നത്. സോ ഐ നോ ഹൗ ഹാർഡ് ഇറ്റ് ഈസ്. അവരുണ്ടായ സ്ട്രെസ്സും എല്ലാം എനിക്കറിയാം. ഞാൻ പേഴ്സണലി എഴുതിയിട്ടില്ലെങ്കിലും എത്ര വർഷം അവരുടെ സ്ട്രഗിളാണ്. നമ്മുടെ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രിയാണ്. അത്രയും എന്താ പറയുക എലിജിബിൾ ആയിട്ടുള്ള ദ ടോപ്പ് ക്രീമി ലെയറാണ് ഈ ഒരു എക്സാം എഴുതുന്നത്. സോ അത്രയധികം സപ്പോർട്ടും എന്താ പറയുന്ന കെയറും വേണ്ട ഒരു സംഭവമാണ്. ഞാൻ ടോപ്പിക് ഇങ്ങനെ മാറി പോവാം. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ഒരു യൂത്ത് മാത്രമായിട്ട് മൊബിലൈസ് ചെയ്ത് അവർ വളരെ പീസ്ഫുള്ളായിട്ട്, വളരെ ഓബ്വിയസ്ലി ഇടയ്ക്ക് കുറച്ച് വയലൻസ് ഉണ്ടായി. പക്ഷേ നമുക്കറിയാം ആറ് സൈഡിൽ നിന്നുള്ള വയലൻസ് ആണ് എന്താണെന്നൊക്കെ ഉള്ളത്. പക്ഷെ അത്രയും നല്ല രീതിയിൽ നടത്തി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രീതി ഓഫ് റെവല്യൂഷൻ ഇസ് നോട്ട് വാട്ട് വി വിറ്റ്നസ്ഡ്. നമ്മുടെ രീതിയിലുള്ള റെവല്യൂഷൻ അല്ല നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ റെവല്യൂഷൻ. ഇവർക്ക് അവിടെ പോയി ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ള റീലാണെങ്കിലും, അവിടെ പോയി ഫുഡ് വ്ളോഗ് ചെയ്യാനാണെങ്കിലും, വാട്ട് ഐ ഏറ്റ് ഇൻ എ പ്രൊട്ടസ്റ്റ് ഡേ എന്നുള്ളൊരു ഫുഡ് വ്ളോഗ്സ് ആണെങ്കിലും,
എന്താണെങ്കിലും അതൊരു റിവോൾട്ടാണ്, ഇതൊരു വാറൊന്നും അല്ലല്ലോ അവിടെ ഇരുന്ന് ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കാൻ. ഇതൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റാണ്. സോ അത് മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഉറപ്പായിട്ടും വാട്ട് എവർ ഇസ് നോട്ട് ഇല്ലീഗൽ എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് അവരുടെ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ്. അത് കണ്ട് ഇവിടെ കുറേ പേർക്ക് അതെന്താ പറയുക, ആ ഒരു അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആൾക്കാരായി, റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയായി അവർ കണ്ടു വളർന്ന പഠിച്ചു വളർന്ന ഒരു കാര്യം അവർ എനിക്കത് ലോകം ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കമോൺ, ഇൻ ദ പ്രൊട്ടസ്റ്റ് ഇൻ ദ ലാർജസ്റ്റ് ഡെമോക്രസി ഓഫ് ദ കൺട്രി ഒരിക്കലും ഈ ഒരു ഞാൻ ഇതിൽ എന്താണ് മെയിൻ ഞാൻ പ്രിയനോട് ഇന്നലെ വരെ പറഞ്ഞോളൂ, ഇന്നലെ രാത്രി ഒന്നും നടക്കാൻ പോകുന്നില്ല പ്രിയാന്ന്. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ കണ്ട് വളർന്ന് ഹോപ്പ് ഇല്ലാത്ത ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി പൊളിറ്റിക്കൽ സിനാറിയോയിൽ ആര് വന്നാലും ഏത് പാർട്ടി വന്നാലും എപ്പോൾ തൊട്ട് നമ്മൾ കറപ്ഷൻ ചെയ്യുന്നത് എൻ്റെയൊക്കെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. മറ്റേ ഒളിമ്പിക്സാണ് എൻ്റെ കോമൺവെൽത്തിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ കറപ്ഷൻ തൊട്ട് നമ്മുടെ പാലാരിവട്ടം പാലത്തിൻ്റെ കറപ്ഷൻ തൊട്ട് എവറിത്തിങ് ഇസ് ദർ. സോ അത്രയും ഹോപ്പ്ലെസ് ആയിരിക്കുന്ന ഒരു ടൈമിൽ ഞാൻ പ്രിയനോട് പറഞ്ഞു, BJP എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്ന അന്ന് എനിക്കൊന്ന് 2016 17 കണ്ട് രാജ്നാഥ് സിംഗ് ഇതിൽ പറഞ്ഞിരുന്നു, ആര് റിസിഗ്നേഷൻ ചോദിച്ചാലും എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിലപാടേ ഇല്ല, ആരുടെയും അങ്ങനെ മിനിസ്റ്റേഴ്സിനെ മാറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഐ തിങ്ക് സോ ഒരിക്കലും വേറൊരാൾ അല്ലെങ്കിൽ പബ്ലിക് ഓപ്പോസിഷൻ പറഞ്ഞിട്ട് ഈ ഒരു BJPയുടെ അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടിയുടെ ആരും റിസൈൻ ചെയ്തിട്ടില്ല. സോ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്നായിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ഫോളോ അപ്സ് ഒക്കെ ചെയ്യുമായിരുന്നു, നോക്കിയിരിക്കുമായിരുന്നു. സോ ഇറ്റ് വാസ് ഓൾവേസ് ഇമ്പോസിബിൾ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ഒരു കാര്യം. പക്ഷേ അത് അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ നടന്നു ഇന്ന് കേട്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ഇറ്റ് ഈസ് അൺബിലീവബിൾ. നോട്ട് ബിക്കോസ് ഓഫ് എ മിനിസ്റ്റർ റിസൈനിങ് ഓർ ബിക്കോസ് എന്താ BJP അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടി ഇവർ പറയുന്ന കേട്ടു എന്നുള്ള ഒന്നുമല്ല സന്തോഷം. ഇപ്പോഴും നമ്മളൊരു ഡെമോക്രസിയുടെ ഒരു ഏറ്റവും സ്ട്രോങ് മീഡിയ ആയിരുന്നു ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറയാം. അതിനിപ്പോൾ നമുക്ക് തീരെ വിശ്വാസമില്ലാത്തൊരു സിറ്റുവേഷനാണ്. ഒരു മീഡിയയും ഇൻഡിപെൻഡൻറ്റ് ജേർണലിസമാണ് 100% ബെറ്റർ. കാരണം ആ അർണബ് ഗോസ്വാമിയൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്തൊക്കെയായിരുന്നു പറയുന്നത്, ഖത്തറിന് ഫുഡ് അയച്ച ആരാന്ന് പോയി കണ്ടുപിടിക്കണം, അത്രയും സില്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ബട്ട് അവരൊക്കെ നമ്മൾ ഒരു വിലയും കൊടുക്കാത്ത ഒരു ചാനലും ആൾക്കാരുമാണ്. അങ്ങനത്തെ ഒരു രീതിയിലുള്ള സംസാരമാണ് അവരൊക്കെ പറയുന്നത്. കോർ കാര്യങ്ങളല്ലായിരുന്നു ഇങ്ങനത്തെയൊക്കെ ചർച്ചയിൽ വന്നത്. ഓക്കെ, പക്ഷേ വാട്ട് എവർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡെമോക്രസിയുടെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇത്രയും അവർ പിള്ളേർ സഹിച്ച് അല്ലെങ്കിൽ യൂത്ത് സഹിച്ച് അത് ചെയ്ത് അത് നടത്തിയെടുത്ത് കാണിച്ച് എൻ്റെ അമ്മയുടെ ജനറേഷനെ നമ്മുടെ ജനറേഷനൊക്കെ അവർ കാണിച്ച് തന്ന ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളത്, അതും ഇത്രയും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഒരു രീതിയിലുള്ള ഡൈവേർഷനോ റിലീജിയനോ പൊളിറ്റിക്സോ ഒന്നും കൊണ്ടുവരാതെ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് നടത്തിയ എല്ലാ ആൾക്കാർക്കും ഒരു ബിഗ് അപ്രിസിയേഷനാണിത്. ദിസ് ഷോ ദാറ്റ് ഇന്ത്യ ഈസ് സ്റ്റിൽ ഡെമോക്രാറ്റിക് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, ഇത് എങ്ങനെ വരും, അതൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് ഇവരുടെ ഒരു കോർ ഡിമാൻഡ്, ബാക്കിയുള്ള ഡിമാൻഡ്സ് ഉണ്ട്, മറ്റേ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതും അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ ഓവർഹോൾ ചെയ്യണം എന്നുള്ളതും FIR ഫയൽ ചെയ്യണമെന്നുള്ള പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്നുള്ളത് അതൊക്കെ ഉണ്ടെങ്കിലും ഐ തിങ്ക് സോ അതൊക്കെ ഓൾറെഡി ആക്സെപ്റ്റ് ആയി തോന്നുന്നു. രണ്ട് കാര്യങ്ങൾ, മറ്റേ നഷ്ടപരിഹാരം മരിച്ച ഫാമിലിക്ക്, കുട്ടികളുടെ ഫാമിലിക്ക് നഷ്ടപരിഹാരം 1 കോടി കൊടുക്കുന്നുള്ളതും അതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റേഴ്സിനെ വെറുതെ വിടണം, FIR ഒന്നും പാടില്ല എന്നുള്ളതൊക്കെ നേരത്തെ ആക്സെപ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇതൊക്കെ നടത്തിയ നമ്മുടെ ഈ ഇത്രയും ലോകത്ത് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും ഇതുപോലെ നടത്തി കാണുന്നു. നമുക്ക് നേപ്പാളിൽ നടന്ന റെവല്യൂഷനെ കുറിച്ച് അറിയാമെങ്കിലും അതിലൊക്കെ അത്യാവശ്യം വയലൻസും കത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ദിസ് വാസ് നത്തിങ്. ഇതൊരു ഹിസ്റ്ററി ബുക്കിൽ വരേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. ലോകത്തിൽ എങ്ങനെയാണ് ഇത്രയും ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്, അല്ലെങ്കിൽ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത ഒരു ഗവൺമെൻറ്റിനെ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് യൂത്ത്സ് തുടങ്ങിയ പാർട്ടി വന്ന് വളരെ നല്ല രീതിയിൽ ഇന്ത്യ മൊത്തം സപ്പോർട്ട് ചെയ്ത് അവരെങ്ങനെ ഇത് നടത്തിയെന്നുള്ള ഒരു വളരെ വലിയൊരു സംഭവം തന്നെയാണ്. ബിഗ് അപ്രിസിയേഷൻ ഫോർ ദാറ്റ്. ആൻഡ് ഇവർ കാരണം ആക്ച്വലി ഈ ഒരു യങ് ജനറേഷൻ കാരണം എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ആക്ച്വലി വീക്കെൻഡ് അവർക്ക് ഈ പ്രൊട്ടസ്റ്റിൽ മറ്റേ ഫുഡ് വാങ്ങിക്കൊടുക്കാനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഡെലിവറി ഒക്കെ ചെയ്യാൻ പറ്റിയെങ്കിലും ഫിസിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് അവരെ വരെ ഇൻസ്പയർ ചെയ്തു. വീക്കെൻഡ് എസ്പെഷ്യലി ബാംഗ്ലൂർ എന്നുള്ളവരൊക്കെ ഇവിടെ നിന്ന് എനിക്കൊന്ന് IT പാർക്കിൽ നിന്ന് കുറേ പേര് പോകുമായിരുന്നായിരുന്നു. വീക്കെൻഡിന്
അവരെ ഇൻസ്പയർ ചെയ്ത് ഇവർ വരാൻ പോവാന്ന്. സോ ദ യങ് ജനറേഷൻ നമ്മൾ എത്രയൊക്കെ കളയാക്കിയിട്ടുണ്ട്, ഓക്കെ എല്ലാവർക്കും ഇൻപെർഫെക്ഷൻ അതൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഒരു ചരിത്രപരമായ സാധനമാണ്. പിന്നെ ഈ ഒരു നീറ്റ് എക്സാമിനെ കുറിച്ച് ഇത്രയും സീരിയസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇതുപോലെ തന്നെ കോമ്പറ്റീറ്റീവായിട്ട് ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിലെ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഫാർ ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും 2 കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്നത് നീറ്റും JEEയും. അത് നമ്മുടെ ഇന്ത്യയുടെ, അത് ഐ തിങ്ക് സോ ഇറ്റ് ഇസ് ഗക്കാവ്, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഐ തിങ്ക് സോ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. ചൈനയുടെ ഒരു എക്സാം ഉണ്ട്, അത് എഴുതിയാലേ അവർക്ക് എന്തെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ സെക്യൂരിറ്റി, ഡ്രോൺ മോണിറ്ററിങ് തൊട്ട് സ്റ്റേറ്റ് സീക്രട്ട് ഇല്ലേ, ഇപ്പോൾ ഒരു പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ ഒരു നാട്ടിലത്തെ ന്യൂക്ലിയർ കോഡൊക്കെ ഇല്ലേ, അതുപോലെയാണ് ചൈന അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇൻ ദ സെൻസ് ആ ദിവസം ഹോണായിട്ട് അടിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ഫുൾ അവർ പോകുന്ന റോഡ്സ് ആ ബ്ലോക്ക്ഡ്, ഈ കുട്ടികൾക്ക് കറക്റ്റ് തന്നെ എത്താനായിട്ട്. നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ കാണും. ഐ തിങ്ക് സോ ഇറ്റ് ഇസ് ഗക്കാവ് തന്നെയാണ്. ഞാൻ ഒരു തവണ പോയ ടൈം ജൂണിലെങ്ങാണ്ടാണത്. ഐ തിങ്ക് സോ ഇറ്റ് ഇസ് GAKAO ആണെന്ന് തോന്നുന്നു. GAKO, അത് തന്നെ GAKO. ഗക്കാവ് എന്ന് പറയുന്ന എക്സാമാണ്. ഇറ്റ് ഈസ് ലൈക്ക് കുട്ടികളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നതാണ് അവരെടുക്കുന്ന. എനിക്കത് ഇത്രയും വർഷമായിട്ട് അത് ലീക്ക് ആയിട്ടില്ല. ഓബ്വിയസ്ലി കുറേ ചീറ്റിങ്ങും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പ്രോസിക്യൂട്ടഡ് ആയിട്ടുണ്ട്. ബട്ട് അവർ ആ എഡ്യൂക്കേഷൻ ആ കുട്ടികളുടെ ഫ്യൂച്ചറിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമായിരിക്കണം നമ്മളും നമ്മുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് സീ ദ വീഡിയോസ് കേട്ടോ, നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. ഗക്കാവ് GAKO ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ അടിച്ചാൽ മതി. പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഡോക്ടേഴ്സ് ഓൺ സൈറ്റ്, എല്ലാം ഇവരുടെ എക്സാം സെൻറ്റേഴ്സിലൊക്കെ ഡോക്ടേഴ്സ് ഓൺ സൈറ്റ്. അതൊന്നും അല്ലാതെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പേപ്പേഴ്സിനെയും ക്വസ്റ്റ്യനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി ഉണ്ട്. ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ ടോപ്പ് സീക്രട്ട് ഡോക്യുമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും കാട്ടി സെക്യൂരിറ്റിയിലായിരിക്കും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുപോലെയാണ്. സോ അതുപോലെ ആയിരിക്കണം നമ്മുടെയും ഫ്യൂച്ചറിലുള്ള ജനറേഷൻ. ബിക്കോസ് എഡ്യൂക്കേഷനാണ് എല്ലാവരുടെയും എന്താ പറയുന്നത്, എസ്പെഷ്യലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്പില്ലോ സ്പൂൺ വെച്ച് ജനിക്കാത്തവരുടെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള ആകെ കൂടെ ഉള്ള മാർഗം എഡ്യൂക്കേഷനാണ്. അത് നിങ്ങൾ ബിസിനസ്സിലേക്ക് പോയാലും എന്തിലേക്ക് പോയാലും എഡ്യൂക്കേഷനാണ് അടിസ്ഥാനം. സോ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഗവൺമെൻറ്റിൻ്റെ റൈറ്റ് ആണ്. അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തത് എല്ലാ യൂത്തിനും, എല്ലാ ജെൻസിക്കാരുടെ റെവല്യൂഷനാണിത്. ഒരു ബിഗ് ഹാൻഡ്സ് ഓഫ് ആൻഡ് ഇറ്റ്സ് എ ബിഗ് അപ്രിസിയേഷൻ ആൻഡ് താങ്ക് യു ഫോർ ഷോയിങ് അസ് ദാറ്റ് എനിത്തിങ് ഇസ് പോസിബിൾ, എസ്പെഷ്യലി വിത്ത് ദ റൈറ്റ് കോസ്. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ദിസ് ഹാപ്പൻ. ആൻഡ് വേറെ ഒന്നും പറയില്ല, എല്ലാവരും അറിഞ്ഞിരിക്കണം. എല്ലാവരുടെയും ഒരു നമ്മുടെ എന്താ മരിച്ചാലും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ ഇതൊരു പാഠമായിരിക്കണം. കാരണം അങ്ങനത്തെ ഒരു റെവല്യൂഷൻ ആയിരുന്നു ഇത്. ഞാൻ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, സ്റ്റേറ്റിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർക്കും, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ളതും, നല്ല നല്ല എന്താ പറയുന്നത് റീൽസ് ഉണ്ടാക്കി എന്താ പറയുക അതിനെ സപ്പോർട്ട് ചെയ്തവർക്കും, സോഷ്യൽ മീഡിയ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് അപ്രിസിയേഷനാണ്. ആൻഡ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, ട്രൂലി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഇൻ ദിസ് ജനറേഷൻ. സോ കൂഡോസ് ആൻഡ് ഹോപ്പ്ഫുള്ളി ഇതിന് എല്ലാം ഇനിയും എന്താ പറയുക പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുവാണ്. സോ ജയ് ഹിന്ദ് ആൻഡ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.